ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പം ഏതൊക്കെയാണ് ചോദ്യങ്ങളെന്ന് നമുക്ക് നോക്കാം. PSC ബുള്ളറ്റിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. ഇതിൻ്റെ പേരെന്താണെന്നുള്ളതാണ്. അത് കുറുമാട്ടി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ 150-ാം രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണ്? അത് ഫറൂഖിലാണ്. ഫറൂഖ്. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. അടുത്തത് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ ശരിയായ പേരാണ് N. കുട്ടിക്കൃഷ്ണപിള്ള. കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. അരകവ്യൂഹം. അടുത്തത് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് എവിടെയാണ്? അത് കാസർഗോഡാണ്. കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്നാണ് പേര്. ഓർമ്മത്തോണി. അടുത്തത് ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? അത് സ്നേഹഹസ്തം പദ്ധതിയാണ്. സ്നേഹഹസ്തം പദ്ധതി. കേരള നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? അത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ ഒരു പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപയാണ്. 346. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. എറണാകുളം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാം ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? അത് ലക്ഷ്മി N. മേനോൻ. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ ഒരുക്കിയ ഒരു ഓൺലൈൻ സംവിധാനമാണ് DC കണക്റ്റ്. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയുവാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ചങ്ങാതി. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. 2024 ഏത് നവോത്ഥാന നായകൻ്റെ സമാധിയുടെ ശതാബ്ദി ദിനാചരണത്തോടനുബന്ധിച്ചാണ് വള്ളിക്കുന്നത്ത് ആലപ്പുഴയിൽ പ്രതിമ സ്ഥാപിച്ചത്? അത് ചട്ടമ്പി സ്വാമികളാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് ആദ്യം അവതരിപ്പിച്ചത് കേരളത്തിലാണ്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിൻ്റെ കാരണമായ ബാക്ടീരിയ ബൊറേലിയ ബർഗ്ഡോർഫേവ് എന്നാണ്. ബൊറേലിയ ബർഗ്ഡോർഫേവ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. അപ്പം ഇടം എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്.
അടുത്തത് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനി ഏതാണ്? അത് ഫ്ലൈ 91 ആണ്. ഫ്ലൈ 91. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ജല അഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. ജല അഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുത്തതിൽ കേരളത്തിലെ നദി പെരിയാറാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗ്രാമ മാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കല്ലേറ്റുംകര ഇരിങ്ങാലക്കുടയിലാണ്. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ വൈവിധ്യ പരിപാലനത്തിൻ്റെ സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥ ഉച്ചകോടിയാണ് ജാതിരെ. സംസ്ഥാനത്ത് ശൈശവവിവാഹം നടത്തുന്നതിന് തടയുന്ന ഒരു പദ്ധതിയാണ് പൊൻവാക്ക് എന്നാണ് പേര്. ശൈശവവിവാഹം തടയലാണ് പൊൻവാക്ക്. അടുത്തത്, രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലയാണ് വയനാടാണ്. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിലെ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയത് വയനാട്ടിലാണ്. 2024 അന്തരിച്ച ഉണ്ണി ആറന്മുള ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സിനിമാ സംവിധായകനാണ് KR ഉണ്ണികൃഷ്ണൻ നായർ. 2024 ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനാണ് KG ജയൻ. അടുത്തത്, 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ളൊരു സംരക്ഷിത മേഖലയാണ് ചെന്തരുണി. 2ാം സ്ഥാനത്ത് വരുന്നതാണ് സൈലന്റ് വാലി. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഏഷ്യൻ ടെലികോം അവാർഡ് 2024 ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കേരളത്തിൻ്റെ പദ്ധതിയാണ് കെ-ഫോൺ പദ്ധതി. ഫോബ്സ് മാസികയുടെ ആഗോള അതിസമ്പന്നരുടെ പട്ടികയിൽ ചരിത്രത്തിലാദ്യമായി ഇടം നേടിയ മലയാളി വനിതയാണ് സാറ ജോർജ് മുത്തൂറ്റ്. മലയാളികളിൽ ഒന്നാമത് MA യൂസഫലി. വനിതകളിൽ വന്നത് സാറ ജോർജ് മുത്തൂറ്റ്. കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ISPS അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. കേരളത്തിൽ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഉദയ ഡബിൾ ഡെക്കർ ട്രെയിൻ. പരീക്ഷണ ഓട്ടം നടത്തിയത് പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള നൈമാസ്പീസ് വാൻഗോഗി ഏതിനത്തിൽപ്പെട്ട ജീവിയാണ്? പല്ലിയാണ്. നൈമാസ്പീസ് വാൻഗോഗി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ലൊക്കേഷൻ കോഡ് INTRV01 ഇൻ ഇന്ത്യ. TRV തിരുവനന്തപുരം ജില്ല. ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാനെത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയാണ് ഒലീവ് റിഡ്ലി കടലാമ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തൊരു സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. മദ്രാസ് IIT വികസിപ്പിച്ച സോഫ്റ്റ്വെയറിലാണ്. ദ്രാവിഡ ഭാഷകൾക്കായി തയ്യാറാക്കിയ ഒരു ഓൺലൈൻ നിഘണ്ടുവാണ് സമം. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീണ ബാങ്ക്. ഇന്ത്യയിൽ 18ാമത്തെ മികച്ച ബാങ്കായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത്, ആക്രി കച്ചവടത്തിൻ്റെ മറവിൽ നടക്കുന്ന കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ എന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ പാം ട്രീ. കുട്ടികളുടെ നൂതന സംരംഭ ആശയങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. കുട്ടികളുടെ നൂതന സംരംഭാശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീ പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം.
രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ-സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. ചട്ടമ്പിസ്വാമികളുടെ 100-ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചാണ് ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്ക്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം, നാട്ടകം, കോട്ടയം. അടുത്തിടെ ഹാബ്രോ സിസ്റ്റം, സഹ്യാദ്രി, ഇരുരാശെന്തുരുണി എന്നീ ചിലന്തികളെ കണ്ടെത്തിയ കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടർന്നും വീഡിയോകൾ കാണണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.